ഹായ് ഡിയർ നീറ്റ് ആസ്പിരൻസ്. ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന്റെയും ഒരു അവസാനവട്ട റാങ്ക് ബൂസ്റ്റിംഗ് പ്രോസസ്സ് നടക്കുന്നത്, അതായത് നിങ്ങളുടെ റാങ്ക് തീരുമാനിക്കപ്പെടുന്നത് ആ ലാസ്റ്റ് സമയത്തുള്ള റിവിഷൻ എക്സാമിനേഷൻ സീരീസിലാണ്. അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമ്മൾ എത്ര നന്നായിട്ട് ടോപ്പിക്സ് പഠിച്ചാലും എത്ര നന്നായിട്ട് റിവൈസ് ചെയ്താലും ഒരു എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് എത്രത്തോളം നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മളൊരു ഇക്വേഷൻ പഠിക്കുന്നു, അതിന്റെ കോൺസെപ്റ്റ് പഠിക്കുന്നു, പ്രോബ്ലം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് അതുമായി ബന്ധമില്ലാത്ത മറ്റൊരു പർട്ടിക്കുലർ ചാപ്റ്ററിലെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഒപ്റ്റിക്സിൽ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നു, വൺ ഡയമെൻഷനിൽ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നു, ഫ്ലൂയിഡ്സിൽ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു ഓർഡറിൽ മൾട്ടിപ്പിൾ ചാപ്റ്റേഴ്സ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ അതുപോലെയുള്ള എക്സാമിനേഷൻ, അതായത് പ്രീ നീറ്റ് പോലെയുള്ള സീരീസ് എക്സാമിനേഷൻ എഴുതി പ്രാക്ടീസ് ആവേണ്ടതുണ്ട്. ഇപ്പൊ നമ്മൾ സൈലത്തിന്റെ ആ ഒരു അവസാനവട്ട പ്രീ നീറ്റ് മോക്ക് എക്സാം സീരീസിൽ ഒരു 10ഓളം പരീക്ഷകൾ നമ്മൾ എഴുതുന്നുണ്ട്. ഒരു പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ 200ഓളം ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളൊരു 10 പരീക്ഷ എഴുതുമ്പോഴേക്കും ഏകദേശം 2000 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയില് അതിന്റെ സൊല്യൂഷൻ, അതിന്റെ ഡിസ്കഷൻ എന്ന് വെച്ചാൽ ആ ഒരു ക്വസ്റ്റ്യൻ, എല്ലാ ക്വസ്റ്റ്യൻസും എവിടെ നിന്നാണ് വന്നത്, എന്താണ് അതിന്റെ റിയൽ കോൺസെപ്റ്റ്, എന്താണ് അതിന്റെ ആൻസർ, ബാക്കിയുള്ള ഓപ്ഷൻസ് ശരിയാവണമെങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെ ട്വിസ്റ്റ് ആവണം, അത്തരത്തിലുള്ള ഡീറ്റെയിൽഡ് സൊല്യൂഷനും കൂടെ പഠിച്ചിട്ടാണ് അടുത്ത ദിവസത്തെ പരീക്ഷയ്ക്ക് പോവുക. ഒരു പരീക്ഷയിൽ 200 ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുന്നു, അതിന്റെ കോൺസെപ്റ്റ് കൃത്യമായ 200 ചോദ്യത്തിന്റെയും കോൺസെപ്റ്റ് നമ്മൾ അടുത്ത ദിവസം പഠിക്കുന്നു. നമുക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കുമല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഒരു 200 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിലൊരു 40 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയില്ല, ചിലതെല്ലാം തെറ്റിപ്പോയി. അപ്പോൾ ഒരു 40 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാത്ത ഏരിയ ആയിരുന്നു, അത് നിങ്ങൾ അതിന്റെ സൊല്യൂഷൻ വീഡിയോ വരുമ്പോൾ പഠിക്കുന്നു. അടുത്ത എക്സാമിനേഷൻ വീണ്ടും 200 ക്വസ്റ്റ്യൻ ചെയ്യുന്നു, അതിൽ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ഡേയിൽ പഠിക്കുന്നു. അങ്ങനെ ഓൾട്ടർനേറ്റ് ഡേയ്സിലായിട്ട് നമ്മൾ എക്സാമിനേഷൻ എഴുതിയും പഠിച്ചും മുമ്പോട്ട് പോകുമ്പോൾ അറ്റ് ദി എൻഡ് ഓഫ് 10 മോക്ക് എക്സാമിനേഷൻ നിങ്ങൾ 2000 ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടാവും, 2000 കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോഴേക്കും നിങ്ങൾ സിലബസിൽ പെർഫെക്റ്റ് ആയിട്ടുണ്ടാവും. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ച് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ റിവിഷൻ എക്സാമിനേഷൻ എഴുതിയെങ്കിൽ മാത്രമേ നമുക്കൊരു ഒരു ഗ്ലാമറസ് സ്കോറിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. സോ ഒരു നീറ്റ് ആസ്പിരന്റിന് കിട്ടാവുന്ന ഏറ്റവും എഫക്റ്റീവായ ക്രാഷ് പ്രോഗ്രാം ആണ് സൈലം പ്രീമിയർ ലീഗ് അഥവാ XPL. സോ ഈ ബാച്ചിൽ, അതായത് ഈ XPL ബാച്ചുകളിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ഗോൾഡൻ ഫീച്ചർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമിനേഷൻ സീരീസ്. ആ എക്സാമിനേഷൻ സീരീസ് ആയിരിക്കും നിങ്ങളെ റാങ്ക് തീരുമാനിക്കാൻ പോകുന്ന പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത്. സോ ഈ ബാച്ചിലേക്ക് ഇപ്പം ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം ജോയിൻ ചെയ്യാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ചെറിയ സമ്മാനം കൂടെ ലഭിക്കാൻ പോവാണ്. അതായത് ഫീസിൽ, ക്രിസ്മസ് സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ഫീസിൽ റിഡക്ഷൻ ഉണ്ട്. വിത്തൗട്ട് മെറ്റീരിയൽ നിങ്ങൾ XPL ബാച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ 6000 ആണ് ഫീസ് വരുന്നതെങ്കിൽ ഇപ്പൊ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 5400 പ്ലസ് GST ആണ് നിങ്ങൾ ഫീസ് ആയിട്ട് കൊടുക്കേണ്ടത്. അതുപോലെ വിത്ത് മെറ്റീരിയൽ ആണെങ്കിൽ 8000 പ്ലസ് GST ആണ് ഫീസ് വരുന്നത്. അത് ഇപ്പൊ നിങ്ങൾ ക്രിസ്മസ് ഓഫറിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 7400 പ്ലസ് GSTയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ എല്ലാം കൊണ്ടും XPL ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ആപ്റ്റായ സിറ്റുവേഷൻ ആണത്. സോ ഈ ഓപ്പർച്യൂണിറ്റി ആരും തന്നെ മിസ് ചെയ്യരുത്. കം ഓൺ, join with us, let us learn together.